ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നോമ്പ് 9 കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കാം. അപ്പോൾ എപ്പോഴത്തും പോലെ തന്നെ അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ജ്യൂസ് അടിക്കാനുള്ള ഈത്തപ്പഴം അടിക്കാൻ വെച്ചു. അപ്പോൾ ഒരു ഈത്തപ്പഴം ഞാനിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 ഈത്തപ്പഴം ഉണ്ട് കേട്ടോ അത്. അപ്പോൾ അതിന് കൂടെ തന്നെ ഞാൻ ഇന്ന് സ്നാക്സിനുള്ള മുട്ടപ്പത്തിരിയാണ് ആക്കുന്നത്. അപ്പോൾ മുട്ടപ്പത്തിരിക്കുള്ള മാവും അപ്പോൾ തന്നെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് മറ്റാൾ സിയമോള് ബദാം അടിക്കുന്നുണ്ട്. അത് സോക്ക് ചെയ്തത് ബദാം, അത് തൊലി ഇരിച്ചിട്ട് മൂപ്പര് കഴിക്കുന്നത്. അപ്പോൾ മുട്ടപ്പത്തിരി ചുടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു കുഞ്ഞി കയ്യിലിനെ ഒഴിച്ചിട്ട് നല്ലോണം നൈസാക്കി പരത്തട്ടോ. കൂടുതൽ നൈസാക്കുമ്പോഴാണ് ടേസ്റ്റ് വരാം. നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം. അപ്പോൾ ഓയിലോ ഇതിനൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യാം, അതിനല്ലെങ്കിൽ ബട്ടറോ നെയ്യോ എന്നാന്ന് വെച്ചാൽ കുറച്ച് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓയിലൊന്നും ഇങ്ങനെ കുടയുന്നുള്ളൂ. പെട്ടെന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ട് ഒരു മീഡിയം ഇതിൽ വേണം ഗ്യാസ് വെക്കാൻ. അത് വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കാമെന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താക്കി ഒന്ന് മുട്ട പപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള മാവ് അങ്ങ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിനുള്ള മസാലയൊക്കെ തയ്യാറാക്കിയത്, പക്ഷേ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതിനുള്ള മസാല ബ്രെഡ് ഇങ്ങനെ പകുതിയാക്കിയിട്ട് ഒരു 4 ബ്രെഡ് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട 2 മുട്ട അങ്ങനെ 8 പീസാക്കിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് 2 പീസാക്കണേ ആക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ഞാൻ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒരു പൂരിനെക്കാട്ടും കുറച്ച് എളുപ്പത്തിൽ വേണം കേട്ടോ മാവ്. അപ്പോൾ അത് നേരത്തെ ചുട്ട നമ്മൾ പത്തിരി നല്ല നൈസായിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ്, നല്ല നൈസാണ്. ഇതിന് തേങ്ങാപ്പാലും പഞ്ചസാര ഒഴിച്ചാട്ടോ മടക്കിയിട്ടാണ് നമ്മൾ കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമുക്ക് പപ്സ് ഉണ്ടാക്കാം. ഈ വീഡിയോ ചെയ്യാൻ കേട്ടോ ഷൂട്ട് ചെയ്തപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായില്ല. അപ്പോൾ ഒന്നും കുഴപ്പമില്ല വിചാരിക്കുന്നു. അപ്പോൾ പത്തിരി അങ്ങനെ പരത്താം. അത്യാവശ്യം ഒരു വലുപ്പത്തിൽ പരത്തട്ടെ. നമുക്കത് മടക്കാനുള്ളതല്ല. അപ്പോൾ ആ ഒരു വലുപ്പത്തിൽ പരത്താം. പരത്തിയതിന് ശേഷം ഒരു പീസ് ബ്രെഡ് ഉണ്ടല്ലോ അത് വെക്കുക. അതിന് മുകളിൽ നന്നായി മസാല വെച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പീസ് മുട്ടുക ഇതുപോലെ വെക്കുക. അതിന് ശേഷം പത്തിരി അങ്ങോട്ടും പിന്നെ ആ ഭാഗവും ഇങ്ങോട്ടും പിന്നെ താഴ്ത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടും കേട്ടോ. ജസ്റ്റ് നിങ്ങൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് വിട്ടൊന്നും വരില്ല, നന്നായി കിട്ടും. പൊരിക്കുമ്പോഴൊന്നും വിട്ട് വരില്ല കേട്ടോ. അങ്ങനെ എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ വിചാരിച്ച് ജ്യൂസ് അടിക്കാമെന്ന്. അപ്പോൾ ജ്യൂസിന് വേണ്ട ഈത്തപ്പഴം, ഒരു മൈസൂർ പഴവും പിന്നെ അണ്ടിയും ബദാമും കുറച്ച് പാലും വെള്ളമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ജ്യൂസ് അടിച്ചതിൻ്റെ ശേഷം ഞാൻ അതൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് മക്കൾക്ക് സോയാബീൻ പൊരിച്ച് കാണാൻ പറഞ്ഞപ്പോൾ അതും പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. നോമ്പ് തുറക്കാനായി. അപ്പോൾ ഇൻഷാ അല്ലാഹ്. ഓക്കെ ബൈ.